കർണാടക മുഖ്യമന്ത്രി പദം സിദ്ധരാമയ്യ ഇന്ന് രാജിവെക്കും. മന്ത്രിമാരുമായി നടത്തിയ പ്രാതൽ കൂടിക്കാഴ്ചയിൽ സിദ്ധരാമയ്യ രാജ്യസന്നദ്ധത അറിയിച്ചു. കൂടിക്കാഴ്ചയിൽ ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ സിദ്ധരാമയ്യയുടെ അനുഗ്രഹം തേടി. DK ശിവകുമാർ അടുത്തയാഴ്ച കർണാടക മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും. ഔദ്യോഗിക വസതിയിൽ രാവിലെ ചേർന്ന പ്രഭാത ഭക്ഷണ കൂടിക്കാഴ്ചയിലാണ് സിദ്ധരാമയ്യ മന്ത്രിമാരെ രാജ്യസന്നദ്ധത അറിയിച്ചത്. ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ ഉൾപ്പെടെ മന്ത്രിമാർ യോഗത്തിലെത്തിയിരുന്നു. സഹകരണത്തിന് മന്ത്രിമാർക്ക് സിദ്ധരാമയ്യ നന്ദി പറഞ്ഞു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഡൽഹിയിൽ നടന്ന കൂടിക്കാഴ്ചകളിൽ രാജിവെക്കണമെന്ന് സിദ്ധരാമയ്യക്ക് ഹൈക്കമാൻഡ് നിർദ്ദേശം നൽകിയിരുന്നു. രാജ്യസഭാ സീറ്റ് ഏറ്റെടുത്ത് ദേശീയ തലത്തിൽ OBC വിഭാഗത്തിന്റെ മുഖമാകണമെന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശം. എന്നാൽ മകൻ യതീന്ദ്രയ്ക്ക് മന്ത്രിസ്ഥാനം നൽകണമെന്ന ഉപാധികളോടെയാണ് സിദ്ധരാമയ്യ രാജിക്ക് തയ്യാറായത്. ഉച്ചയ്ക്ക് ശേഷം ലോക്ഭവനിലെത്തി സിദ്ധരാമയ്യ രാജിക്കത്ത് നൽകും. ദളിത് മുഖമായ G പരമേശ്വരയെ മുഖ്യമന്ത്രിയാക്കണമെന്ന് സിദ്ധരാമയ്യ വിഭാഗം ഉന്നയിച്ചെങ്കിലും ഹൈക്കമാൻഡിന്റെ നിർദ്ദേശം മന്ത്രിമാർ അംഗീകരിക്കുകയായിരുന്നു. മന്ത്രിസഭാ പുനഃസംഘടനയും ഉടൻ ഉണ്ടായേക്കും. DK ശിവകുമാർ സർക്കാരിൽ 4 ഉപമുഖ്യമന്ത്രിമാരും ഉണ്ടാകുമെന്നാണ് സൂചന. മാസങ്ങളായി നീണ്ടുനിന്ന കർണാടകത്തിലെ കസേരകളിലേക്ക് തിരശ്ശീല വീഴുന്നു. ഇനി DK യുഗം. ഏറ്റവും കൂടുതൽ തവണ മുഖ്യമന്ത്രിയായെന്ന പദവിയിലിരിക്കെയാണ് സിദ്ധരാമയ്യയുടെ പടിയിറക്കം. ബംഗളൂരുവിൽ നിന്നും ജിജീന്ദ്രനൊപ്പം സജു ചാമക്കാലയിൽ 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.